പക്ഷേ അതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാൻ ക്ഷമിക്കുക. അമ്മയ്ക്കകത്ത് വന്നിട്ട് പ്രശ്നങ്ങൾ പറയുന്ന സമയത്താണ് കൂകി വിളി ഉണ്ടായതും പുറത്തിറങ്ങിയിട്ട് പല അംഗങ്ങളും രാജിവെച്ച് പോവുകയൊക്കെ ചെയ്തത്. WCC കുറച്ചുകൂടെ ഊർജിതമായി ഈ കാര്യത്തിൽ അവരുടെ രാജിയൊക്കെ രേഖപ്പെടുത്തുകയും ഫേസ്ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്തത് അമ്മയ്ക്കകത്ത് നടന്ന മീറ്റിങ്ങിനകത്തുള്ള സംസാരത്തിനെ തുടർന്ന് കൂകി വിളി നടത്തിയിരുന്നു. ആ ഒരു ചർച്ചയാണ് പിന്നീട് ഇത് വഴിതെറ്റി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് WCCയിലെ പല അംഗങ്ങളും സംസാരിക്കുന്നത് അന്നത്തെ ആ പോയിന്റിൽ നിന്ന് അമ്മ ഇന്നത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ചർച്ചകൾക്ക് അന്ന് നേതൃത്വം കൊടുത്തിരുന്നവർക്ക് ആ ചർച്ചകളെ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡ്രോബാക്കും കൂടെ അല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത്? ആണോ? പല സംഘടനകളുണ്ട്. അമ്മ മാത്രമല്ല, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ സംഘടനയുണ്ട്. എല്ലാവരോടും സംസാരിക്കണമെന്നാണ്. അല്ലാതെ അമ്മയുടെ അവിടെ ഒരു 150 പേര് ഇരുന്നിട്ട് അവിടെ അവർ കുറേ പേര് എതിർപ്പ് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങ് ഇതിനെതിരായിട്ട് ഇറങ്ങാം, അങ്ങനെ അല്ല അത് വേണ്ടത്. ഇതിൽ വളരെ ഗൗരവമായിട്ട് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഭയത്തോടുകൂടെ സങ്കടത്തോടെ കാണുന്ന വളരെ നന്മയുള്ള ആളുകളുണ്ട് ഇവിടെ. അവരെ ഇവർ കാണുന്നില്ല, അവരോട് ഇവർ സംസാരിക്കുന്നില്ല. ഇന്നലെ അവർ മറ്റൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഈ സംഘടനകളെയെല്ലാം അറിയിച്ചിരുന്നു, പക്ഷെ അവരാരും ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായില്ല. ഞാനിതെല്ലാ സംഘടനകളോടും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഒരു മെയില്, ഒരു കത്ത് ഒന്നവരോട് കാണിക്കാൻ പറയും, ഒരു തെളിവിന് വേണ്ടി. അവരങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി വേണമല്ലോ ക്ഷണിക്കാൻ, അല്ലാതെ വെറുതെ നമ്മൾ ഫോണിൽ കൂടെ ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഔദ്യോഗികമായി ഈ പറയുന്ന സംഘടനകൾക്ക് അവർ ഒരു കത്തയച്ചോ,